ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ മുന്തിരിച്ചെടിയുടെ ഉപമയെക്കുറിച്ചാണ് യേശുനാഥൻ സംസാരിക്കുന്നത്. അവിടുന്ന് പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഈ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യം കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് സഹനങ്ങൾക്കൊരർത്ഥം നൽകുകയാണ്. സഹനങ്ങളെ വളരെ മനോഹരമായി നമുക്ക് വിവരിച്ചു തരികയാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും മാറ്റി നിർത്താനാവാത്ത ഒരു സംഗതിയാണ് ഈ സഹനം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാകാം. ചില സഹനങ്ങളെ ആദ്യകാലങ്ങളിൽ സുവിശേഷത്തിലും പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നൊരു സംഭവമുണ്ട്. പല മനുഷ്യരും ഈ സഹനങ്ങളെ കണ്ടിരുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ്. ദൈവം ശിക്ഷിക്കുന്നത് സഹനങ്ങളിലൂടെയാണ്. അപ്പം ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ എല്ലാ സഹനങ്ങളും അങ്ങനെയല്ല. ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവിക്കുന്ന ചില നല്ല മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് വചനത്തിലെ ഏറ്റവും വലിയൊരു ചോദ്യം അത് തന്നെയാണ്, എന്തിനാണ് നന്മയുള്ള മനുഷ്യർ വേദന അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നീതിമാന്മാരായ മനുഷ്യർക്ക് എന്തിനാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ അതിനുള്ള വളരെ മനോഹരമായ ഒരു ഉത്തരം കൂടിയാണ് യേശുനാഥൻ ഇന്ന് നൽകുന്നത്. ഈ ഉത്തരം നമുക്ക് ഈശോയിൽ കൂടെ മനസ്സിലാക്കാനും സാധിക്കും. കാരണം ഒത്തിരിയധികം സഹനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ജീവൻ വാങ്ങി നൽകിയ കർത്താവ് ഈ സഹനങ്ങളുടെയൊക്കെ അത് ഏറ്റെടുത്തതിൻ്റെയൊക്കെ ഒരു മാതൃകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സഹനങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ്. ചില സമയങ്ങളിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ യേശുനാഥനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. കാരണം മുന്തിരിച്ചെടി എന്ന നിലയ്ക്ക് ഞാൻ ക്രിസ്തുവിൻ്റെ ശാഖയാകുന്നത് കൊണ്ട് ഞാൻ ഫലം നൽകണമെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കണം. ഇത് വളരെ മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുന്തിരിച്ചെടിയെ മനസ്സിലാക്കുമ്പോഴാണ്. എന്തിനാണ് മുന്തിരിച്ചെടി ഉപയോഗിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒത്തിരി അധികം പരിചരണം ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ മുന്തിരിച്ചെടി. മുന്തിരിച്ചെടി വളരാൻ വേണ്ടി രക്തം വരെ കൊടുക്കാറുണ്ട് എന്നാണ് പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇതിനെ പലപ്പോഴും പരിചരിച്ചുകൊണ്ടിരിക്കണം. പരിചരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രൂണിങ് എന്ന് പറയുന്നത്. ഇതിനിങ്ങനെ വെട്ടി ഒരുക്കണം. ചില ഭാഗങ്ങൾ വെട്ടി ഒരുക്കിയാൽ മാത്രമാണ് കൂടുതൽ ഫലം നൽകുക. മാത്രമല്ല ഈ ലഭിക്കുന്ന ഫലങ്ങൾ കൂടുതൽ പുഷ്ടിയുള്ളതാകാൻ വേണ്ടി ചില ഫലങ്ങൾ വരെ അവർ വെട്ടി ഒരുക്കാറുണ്ട്. മുന്തിരി ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് മുന്തിരികൾ പോലും അവർ വെട്ടിക്കളയാറുണ്ട്. കാരണം ഒത്തിരി അധികം മുന്തിരികൾ ചെറുതായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് വളരുകയില്ല. അപ്പം അങ്ങനെ ഒത്തിരിയധികം വെട്ടലുകൾക്കും ഒരുക്കലുകൾക്കും ഇരയാകുന്ന ഒരു മരമാണ്, ഒരു ചെടിയാണ് ഈ മുന്തിരിച്ചെടി. അപ്പോൾ ഈ മുന്തിരിച്ചെടി പോലെയാണ് ഓരോ മനുഷ്യരും. ക്രിസ്തുവിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ ഫലം നൽകാനാണ്, കൂടുതൽ പുഷ്ടിയുള്ള മനുഷ്യരാകാനാണ്. അപ്പം ഞാൻ നൽകുന്ന ഈ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നിലൂടെ വരുന്നത്. അപ്പോൾ ഈ സ്നേഹം പ്രചരിപ്പിക്കുന്ന മനുഷ്യരാകാൻ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ സഹനങ്ങളെ ഞാൻ മനസ്സിലാക്കേണ്ടത് പിതാവായ ദൈവം എന്നെ ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഫലം നൽകുന്ന മനുഷ്യനായി തീരുമ്പോൾ ഞാൻ പിതാവായ ദൈവത്തെ ക്രിസ്തുവിലൂടെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യനായി തീരും. അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അവനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ജീവിതത്തിലെ സങ്കടങ്ങളുടെ നേരത്തും സഹനങ്ങളുടെ നേരത്തും ഫലം നൽകാനാണെന്നുള്ള ചിന്ത വരുന്നത്. ഈ ചിന്ത തന്നെ സഹനങ്ങളെ നേരിടാനുള്ള കൃപ നമുക്ക് നൽകുന്നുണ്ട്. അപ്പം യേശുനാഥൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത്, തകർന്നു പോകരുത്. അത് പരിചരണത്തിൻ്റെ ഭാഗമായി കരുതുക. ക്രിസ്തു നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് നിനക്ക് കൂടുതൽ പരിചരണം ലഭിക്കുന്നത്, നിനക്ക് കൂടുതൽ സഹനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സഹനങ്ങളെ വിശുദ്ധിയോടെ ഏറ്റവും മനസ്സോടുകൂടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.